+1 ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും +1 സുവോളജിയിലെ ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കുന്ന ചാപ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കുന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് എന്താണ് ബയോമോളിക്യൂൾസ് എന്നും ബയോമോളിക്യൂൾസ് പ്രധാനമായും 2 തരം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ എ ലിവിങ് സിസ്റ്റമാണ്. ജൈവ തന്മാത്രകളെന്ന് പറയുന്നത് ജീവനുള്ളവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ കാണുന്ന തന്മാത്രകളെ മോളിക്യൂൾസിനെ നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കും. ബയോമോളിക്യൂൾസ് പ്രധാനമായും 2 തരത്തിലുണ്ട്. ഒന്ന് ബയോ മൈക്രോ മോളിക്യൂൾസും ഉണ്ട്, ബയോ മാക്രോ മോളിക്യൂൾസും ഉണ്ട്. ബയോ മൈക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത് 800 ഡാൾട്ടണിൽ താഴെ മോളിക്കുലാർ വെയിറ്റ് ഉള്ളതും ആസിഡ് സോളബിൾ ആയിട്ടുള്ളതുമായ ആൾക്കാരെയാണ് നമ്മൾ ബയോ മൈക്രോ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ബയോ മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ആസിഡ് ഇൻസോളബിളും അതുപോലെ 800 ഡാൾട്ടണിൽ കൂടുതലായിട്ടുള്ള മോളിക്യൂൾസിനെയൊക്കെയാണ് നമ്മൾ ബയോ മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട എക്സാമ്പിൾസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ ബയോ മൈക്രോ മോളിക്യൂൾസിൻ്റെ അമിനോ ആസിഡ്സിൻ്റെ സ്ട്രക്ചർ, ഗ്ലിസറോളിൻ്റെ സ്ട്രക്ചർ, അങ്ങനെ തുടങ്ങിയ ന്യൂക്ലിയോസൈഡിൻ്റെ സ്ട്രക്ചർ, ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചർ, നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങിയ ബയോ മൈക്രോ മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇന്ന് തൊട്ട് നമ്മൾ പഠിക്കുന്നത് അടുത്ത ഭാഗമായ ബയോ മാക്രോ മോളിക്യൂൾസിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്, ബയോ മാക്രോ മോളിക്യൂൾസ്. അപ്പോൾ എന്താണ് ബയോ മാക്രോ മോളിക്യൂൾസ് നമുക്കറിയാം. ബയോ മാക്രോ മോളിക്യൂൾസിൻ്റെ പ്രത്യേകത, ബയോ മാക്രോ മോളിക്യൂൾസ് ആർ ആസിഡ് ഇൻസോളബിൾ ആണ്. ആസിഡിൽ ഒരിക്കലും ഈ ബയോ മാക്രോ മോളിക്യൂൾസ് ലയിക്കത്തില്ല. ഓക്കെ, അതിൽ തന്നെ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ബയോ മൈക്രോ മോളിക്യൂളുകളുണ്ടല്ലോ, ചെറിയ മോളിക്യൂൾസായ ബയോ മൈക്രോ മോളിക്യൂളുകൾ കമ്പൈൻ ചെയ്ത്, അതായത് ബോണ്ട് ചെയ്താണ് ബയോ മാക്രോ മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. അതിനൊരു എക്സാമ്പിളാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഒരു ബയോ മൈക്രോ മോളിക്യൂളാണ്. ആ അമിനോ ആസിഡുകൾ കുറേ അമിനോ ആസിഡുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കമ്പൈൻ ചെയ്ത് അതൊരു പ്രോട്ടീൻ എന്ന പേരുള്ള ബയോ മാക്രോ മോളിക്യൂൾസായിട്ട് മാറുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ബയോ മൈക്രോ മോളിക്യൂളുകളിൽ നിന്നാണ്. ബയോ മൈക്രോ മോളിക്യൂളുകൾ ഒരുപാട് ബയോ മൈക്രോ മോളിക്യൂളുകൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്, ബയോ മാക്രോ മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. ദേ ആർ ആസിഡ് ഇൻസോളബിൾ ആണ്. ദെയർ മോളിക്കുലാർ വെയ്റ്റ് ഈസ് ഹയർ ദാൻ 800 ഡാൾട്ടൺ. മോളിക്കുലാർ വെയ്റ്റ് 800 ഡാൾട്ടണിൽ കൂടുതലായിരിക്കും ആരുടെ മോളിക്കുലാർ വെയ്റ്റ് എന്ന് പറയുന്നത്, ബയോ മാക്രോ മോളിക്യൂൾസിൻ്റെ മോളിക്കുലാർ വെയ്റ്റ് 800 ഡാൾട്ടണിൽ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ പ്രധാനപ്പെട്ട ബയോ മാക്രോ മോളിക്യൂൾസിന് പ്രധാനപ്പെട്ട എക്സാമ്പിൾസാണ് പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ്, ലിപ്പിഡ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ്. പ്രധാനപ്പെട്ട ബയോ മാക്രോ മോളിക്യൂൾസ് ഏതൊക്കെയാണ്? പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ്, ലിപ്പിഡ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ പ്രധാനപ്പെട്ട ബയോ മൈക്രോ മോളിക്യൂൾസിന് എക്സാമ്പിൾസാണ് പ്രോട്ടീനുകൾ, പോളിസാക്കറൈഡുകൾ, ലിപ്പിഡുകൾ, ന്യൂക്ലിക് ആസിഡുകൾ. അപ്പോൾ ഈ 4 എക്സാമ്പിൾസിനെ കുറിച്ചാണ്, പ്രോട്ടീനെ കുറിച്ചും പോളിസാക്കറൈഡിനെ കുറിച്ചും ലിപ്പിഡ്സിനെ കുറിച്ചും ന്യൂക്ലിക് ആസിഡ്സ്, ഈ 4 സ്വഭാവങ്ങളും 4 പ്രധാനമായും അതിൻ്റെയൊക്കെ സ്ട്രക്ചറാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാം പ്രോട്ടീൻസിൻ്റെ സ്വഭാവം. എന്താണ് പ്രോട്ടീൻസ്, എങ്ങനെയാണ് പ്രോട്ടീനുകൾ ഉണ്ടാവുന്നത്, ഏതൊക്കെ തരത്തിലുള്ള പ്രോട്ടീനുകളുണ്ട്, അതായത് പ്രോട്ടീൻ്റെ സ്ട്രക്ചറും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ പ്രോട്ടീനുകളെക്കുറിച്ച് പഠിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, പ്രോട്ടീനുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏത് ബയോ മൈക്രോ മോളിക്യൂളുകൾ കൊണ്ടാണ് പ്രോട്ടീനുകൾ നിർമ്മിച്ചിരിക്കുന്നത്? അമിനോ ആസിഡുകൾ കൊണ്ടല്ലേ. അപ്പോൾ അമിനോ ആസിഡുകൾ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? പ്രോട്ടീനുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് വരച്ചതാണ്. കുറേ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് കണ്ട, കുറേ അമിനോ ആസിഡുകൾ 1, 2, 3, 4 അമിനോ ആസിഡുകൾ ഇങ്ങനെ ഇരിക്കണം. ആ 4 അമിനോ ആസിഡുകൾ തമ്മിൽ, ഓരോ അമിനോ ആസിഡുകൾ തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാകും, ഒരു ബോണ്ട് ഉണ്ടാകും. ഇങ്ങനെ അമിനോ ആസിഡുകൾ തമ്മിൽ ബോണ്ട് ചെയ്ത് ഒരു ചെയിൻ ഉണ്ടാകും. ആ ചെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പ്രോട്ടീൻ്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ യൂണിറ്റ് ഏതാണ്? അമിനോ ആസിഡ്സ്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻസിനെ നമുക്ക് വിളിക്കാം, പ്രോട്ടീൻ ഈസ് എ polymer of amino acid. But it is a protein is a
പോളിമർ ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡിൻ്റെ പോളിമറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ പ്രോട്ടീൻ? പ്രോട്ടീൻ എന്ന് പറയുന്നത് പോളിമർ ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡിൻ്റെ പോളിമറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പോളിമറാണ്? അമിനോ പോളിമർ എന്ന് പറഞ്ഞാൽ, പോളി എന്ന് പറഞ്ഞാൽ ഒരുപാട് അമിനോ ആസിഡുകൾ ചേർന്നുണ്ടായിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ആരെന്ന് പറയുന്നത്? പ്രോട്ടീൻ. ഇനി അപ്പോൾ ഈ പ്രോട്ടീൻ്റെ ഒരു യൂണിറ്റ് ഏതാണ്? അമിനോ ആസിഡ്. പ്രോട്ടീൻ്റെ ഒരു യൂണിറ്റ് ഏതാണ്? അമിനോ ആസിഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തെ മറ്റൊരു രീതിയിലും പറയാൻ പറ്റും. ദ മോണോമർ യൂണിറ്റ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. എന്ന് വെച്ചാൽ മോണോമർ യൂണിറ്റ്സ്, മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഓരോ യൂണിറ്റുകളായ അമിനോ ആസിഡുകൾ ലിങ്ക് ചെയ്യും, പരസ്പരം ലിങ്ക് ചെയ്യും, ബോണ്ട് ചെയ്യും. ഏത് ബോണ്ടിലൂടെ? പെപ്റ്റൈഡ് ബോണ്ട്. അപ്പോൾ രണ്ട് അമിനോ, അതായത് അടുത്തടുത്തുള്ള അല്ലെങ്കിൽ ഓരോ അമിനോ ആസിഡുകളും പെപ്റ്റൈഡ് എന്നറിയപ്പെടുന്ന ബോണ്ടിലൂടെ ലിങ്ക് ചെയ്താണ് എന്തായി മാറുന്നത്? പ്രോട്ടീനുകളായി മാറുന്നത്. അപ്പോൾ രണ്ട് അമിനോ ആസിഡുകൾ തമ്മിലുള്ള ബോണ്ട് ഏത് ബോണ്ടാണ്? ഇറ്റ്സ് പെപ്റ്റൈഡ് ബോണ്ട്. ഏത് ബോണ്ടാണ്? പെപ്റ്റൈഡ് ബോണ്ട്. അപ്പോൾ മോണോമർ യൂണിറ്റ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഓരോ അമിനോ ആസിഡുകൾ തമ്മിലും പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകും. അപ്പോൾ ഒരു പ്രോട്ടീനകത്ത് എന്തുമാത്രം പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകും എന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, അടുത്തടുത്തിരിക്കുന്ന രണ്ട് അമിനോ ആസിഡുകൾ തമ്മിലൊരു പെപ്റ്റൈഡ് ബോണ്ട്, അടുത്ത അമിനോ ആസിഡ് വരുമ്പോൾ അടുത്തൊരു പെപ്റ്റൈഡ്. അപ്പോൾ ഒരുപാട് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവും. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് കുറേ പെപ്റ്റൈഡ് ബോണ്ടുകൾ ചേർന്നൊരു സ്ട്രക്ചറാണ്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ പ്രോട്ടീനെ നമുക്ക് വിളിക്കാം, പ്രോട്ടീൻ ഈസ് എ പോളിപെപ്റ്റൈഡ് ചെയിൻ. പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പോളിപെപ്റ്റൈഡ് ചെയിനാണ്. പോളി എന്ന് പറഞ്ഞാൽ ഒരുപാട് പെപ്റ്റൈഡുകൾ ചേർന്ന ഒരു ചെയിനാണ് ആരെന്ന് പറയുന്നത്? പ്രോട്ടീൻ. അപ്പോൾ ഇതുവരെ ഒന്നുകൂടെ പറയാം. നമ്മൾ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് പല രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് പ്രോട്ടീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോട്ടീൻ ഈസ് എ പോളിമർ ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡിൻ്റെ ഒരു പോളിമറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത്. പ്രോട്ടീനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇൻ പ്രോട്ടീൻ മോണോമർ യൂണിറ്റ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. ഇൻ പ്രോട്ടീൻസ് മോണോമർ യൂണിറ്റ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. സോ പ്രോട്ടീൻ ഈസ് എ പോളിപെപ്റ്റൈഡ് ചെയിൻ. പ്രോട്ടീൻ എന്ന് പറയുന്ന എന്താണ്? ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ മനസ്സിലായോ? അടുത്ത ഒരു കാര്യം ശ്രദ്ധിച്ചോ, കൊളാജൻ. എന്താ അത് വായിക്കുന്നത്? കൊളാജൻ. കൊളാജൻ is the most abundant protein in the animal world. Collagen is the most abundant protein in the animal world. കൊളാജൻ എന്ന് വിളിക്കുന്നൊരു പ്രോട്ടീൻ ഉണ്ട്. ഈ കൊളാജൻ എന്ന് വിളിക്കുന്ന പ്രോട്ടീൻ ജന്തുലോകത്ത്, അതായത് ജന്തുക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? കൊളാജനാണ്. അതുപോലെ തന്നെ സസ്യലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണെന്നോ, അല്ലെങ്കിൽ മൊത്തത്തിൽ ജീവലോകത്തിൽ, അവിടെ സസ്യങ്ങളും വരാം, ജന്തുക്കളും വരാം, മറ്റ് അനിമൽസും വരാം. ഒന്നുകിൽ സസ്യങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതെന്നോ, അല്ലെങ്കിൽ ഹോൾ ലിവിങ് വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പ്രോട്ടീനാണ് റുബിസ്കോ. അതിൻ്റെ പേരെന്താണ്? റുബിസ്കോ. എന്താ റുബിസ്കോ? വായിക്കാൻ ശ്രദ്ധിച്ചോ, റുബിസ്കോ. എന്താണ്? റുബിസ്കോ. റുബിസ്കോ ഇസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ഹോൾ ബയോസ്ഫിയർ. മുഴുവൻ ജീവലോകത്ത് കാണപ്പെടുന്ന ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പ്രോട്ടീൻ്റെ പേരാണ് റുബിസ്കോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ റുബിസ്കോ? റുബിസ്കോ ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ഹോൾ ബയോസ്ഫിയർ. നമ്മുടെ ജീവലോകത്തിൽ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? റുബിസ്കോ. അപ്പോൾ എന്താ റുബിസ്കോ? ദ മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ഹോൾ ബയോസ്ഫിയർ. മുഴുവൻ ബയോസ്ഫിയറിനകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് ആരെന്ന് പറയുന്നത്? റുബിസ്കോ. ഓക്കെ, റുബിസ്കോയുടെ ഫുൾ ഫോം ഒക്കെ നമ്മൾ വേറൊരു ചാപ്റ്ററിനകത്ത് പഠിക്കും, ബോട്ടണിയിലെ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കും. റുബിസ്കോ എന്ന് പറയുന്നത് റൈബിലോസ് 1,5 ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. കേട്ട് പഠിക്കുന്നത് വേണ്ട, നിങ്ങൾ പിന്നീട് പഠിക്കും. ഫോട്ടോസിന്തസിസ് നൽകുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കും. അപ്പോൾ അവിടെ ഓർമ്മ വേണം എന്താ റുബിസ്കോ എന്ന് ചോദിക്കുമ്പോൾ. ഒരുപക്ഷെ സാറ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം റുബിസ്കോ. ഓക്കെ, റുബിസ്കോ എന്താണ് ഇവിടെ നമ്മൾ പഠിച്ചത്? റുബിസ്കോ ഒരു പ്രോട്ടീനാണ്.
സസ്യലോകത്തിൽ അല്ലെങ്കിൽ ഹോൾ ബയോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് ആരെന്ന് പറയുന്നത്? റുബിസ്കോ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഓക്കെ, നോക്ക്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നാണ് പഠിക്കാൻ പോകണം. അതായത് നമ്മൾ പഠിച്ചു 2 അമിനോ ആസിഡുകൾ തമ്മിൽ ഏത് ബോണ്ട് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. 2 അമിനോ ആസിഡുകൾ തമ്മിൽ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് 2 അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം ഇല്ലേ? അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. അപ്പോൾ 2 അമിനോ ആസിഡ് നമുക്ക് എഴുതി നോക്കാം. എന്നിട്ട് അവർ തമ്മിൽ എങ്ങനെയാണ് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്നത് നോക്കാം. ഓക്കെ, ആദ്യം ഞാൻ 2 അമിനോ ആസിഡുകളുടെ സ്ട്രക്ചർ എഴുതുകയാണ്. ഈ എഴുതിയിരിക്കുന്ന ഒരു അമിനോ ആസിഡാണ്. അമിനോ ആസിഡിന് സെൻട്രലി പ്ലേസ്ഡ് കാർബൺ ആറ്റം ഉണ്ട്. ഒരു വേരിയബിൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ R എന്ന് എഴുതിയിരിക്കുന്നത് വേരിയബിൾ ഗ്രൂപ്പാണ്. ഒരു ഹൈഡ്രജൻ ആറ്റം, ഒരെൻഡിൽ കാർബോക്സിൽ ഗ്രൂപ്പ് COOHും ഇപ്പുറത്തെ എൻഡിൽ അമിനോ ഗ്രൂപ്പും NH2. ആ NH2 എന്ന് എഴുതുന്നതിന് പകരം ഞാൻ അതിനെ Nഉം 2 ഹൈഡ്രജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നു. ഇങ്ങനെയാണ് എഴുതേണ്ടത്. COHും അങ്ങനെയാണ് എഴുതേണ്ടത്. COH ഇങ്ങനെയല്ല, ബോണ്ട് ചെയ്താണ് എഴുതേണ്ടത്. അത് ഞാൻ എഴുതുന്നില്ല. ഇപ്പം ഇത് മനസ്സിലായി, ഇതൊരു അമിനോ ആസിഡാണെന്ന് മനസ്സിലായല്ലോ. അത് മതി നമുക്ക്. ഇതൊരു അമിനോ ആസിഡാണ്. അടുത്തൊരു അമിനോ ആസിഡ് കൂടെ ഞാൻ ഇപ്പുറത്ത് വരയ്ക്കുകയാണ്. ഓക്കെ, കണ്ടോ, ഇപ്പുറത്ത് ഞാൻ മറ്റൊരു അമിനോ ആസിഡും കൂടെ എഴുതി. അപ്പോൾ 2 അമിനോ ആസിഡായേ? ക്ലിയർ ആയല്ലോ? 2 അമിനോ ആസിഡായി. ഈ 2 അമിനോ ആസിഡുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ലിങ്ക് ചെയ്തുണ്ടാകുന്ന ബോണ്ട് ഏതാണ്? പെപ്റ്റൈഡ് ബോണ്ട്. എങ്ങനെയാണ് ആ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവുന്നതാണ് ഞാൻ വരച്ച് കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നോക്കിയോ. ഒരു അമിനോ ആസിഡിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പിനകത്ത് കാണുന്ന OHും മറ്റൊരു അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പിൽ കാണുന്ന ഒരു ഹൈഡ്രജനും തമ്മിൽ ലിങ്ക് ചെയ്യും. അപ്പോൾ എത്ര ഹൈഡ്രജനായി? ആ വട്ടത്തിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നതിനകത്തുണ്ട് 2 ഹൈഡ്രജൻ. അപ്പോൾ H2. എത്ര ഓക്സിജൻ? 1 ഓക്സിജൻ. അങ്ങനെ ഇവർ 2 പേരും കൂടെ ചേർന്ന് ഒരു വാട്ടർ മോളിക്യൂള് എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും. ഒരു വാട്ടർ മോളിക്യൂള് പുറത്തേക്ക് ഒരു ജലതന്മാത്ര ഉണ്ടാകും. ഇത്തരത്തിൽ 2 അമിനോ ആസിഡുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു വാട്ടർ മോളിക്യൂള് പുറത്തേക്ക് പോയി ബാക്കി വരുന്നത് ചേർന്നുണ്ടാകുന്ന ബോണ്ടാണ് എന്ത് ബോണ്ട്? പെപ്റ്റൈഡ് ബോണ്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് ആര് പുറത്തേക്ക് പോകും? ഒരു വാട്ടർ മോളിക്യൂള് ഫോം ചെയ്ത് അത് പുറത്തേക്ക് പോകുമ്പോഴാണ് അവിടെ എന്ത് ബോണ്ട് ഫോം ചെയ്യുന്നത്? പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ? ഇനി ബാക്കിയുള്ളത് നമുക്ക് എഴുതി നോക്കാം. ഇനി അവിടെ ബാക്കി തമ്മിൽ ലിങ്ക് ചെയ്ത് ബാക്കി എന്താണ് അവിടെ ഉള്ളതെന്ന്, എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് എഴുതി നോക്കാം. കണ്ടോ, ബാക്കിയുള്ളത് COയും NHും ആണ്. തമ്മിൽ ചേരുന്നു. അതാണ് പെപ്റ്റൈഡ് ബോണ്ട്. ഇപ്പോൾ ഇതെന്തോ ആയി? 2 അമിനോ ആസിഡുകളുള്ള ഒരു പ്രോട്ടീനായി. 2 അമിനോ ആസിഡുകളുള്ള ഒരു പ്രോട്ടീൻ ആയി. ക്ലിയർ ആയ? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രോട്ടീൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഏത് പ്രോട്ടീൻ നോക്കിക്കഴിഞ്ഞാലും ആ പ്രോട്ടീൻ്റെ ഒരു സൈഡിൽ, ഒരു വശത്ത് അമിനോ ഗ്രൂപ്പായിരിക്കും. കണ്ടോ? ഇനി മറ്റേ എൻഡിൽ ഏതൊരു പ്രോട്ടീൻ്റെയും ഒരെൻഡിൽ അമിനോ ഗ്രൂപ്പാണെങ്കിൽ മറ്റേ എൻഡിൽ ഉറപ്പായിട്ടും കാർബോക്സിൽ ഗ്രൂപ്പായിരിക്കും. അപ്പോൾ ഒരു പ്രോട്ടീൻ്റെ ഒരെൻഡിൽ അമിനോ ഗ്രൂപ്പും ഓപ്പോസിറ്റ് എൻഡിൽ എന്തുമായിരിക്കും? കാർബോക്സിൽ ഗ്രൂപ്പും ആയിരിക്കും. അപ്പോൾ പ്രോട്ടീനകത്ത് ഒരു പ്രോട്ടീൻ നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ ഒരെൻഡിൽ അമിനോ ഗ്രൂപ്പും മറ്റേ എൻഡിൽ എന്തുമായിരിക്കും? കാർബോക്സിൽ ഗ്രൂപ്പും ആയിരിക്കും. അപ്പോൾ ഒരു എൻഡിൽ അമിനോ ഗ്രൂപ്പ്, അടുത്ത എൻഡിൽ എന്ത്? കാർബോക്സിൽ ഗ്രൂപ്പ്. ഒരു എൻഡിൽ അമിനോ ഗ്രൂപ്പ്, അടുത്ത എൻഡിൽ ആരാണ്? കാർബോക്സിൽ ഗ്രൂപ്പ്. ഇങ്ങനെ അമിനോ ഗ്രൂപ്പ് കാണപ്പെടുന്ന എൻഡിനെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്. അതുപോലെ കാർബോക്സിൽ ഗ്രൂപ്പ് കാണുന്ന എൻഡിനെയും മറ്റൊരു പേരിൽ അറിയപ്പെടും. രണ്ടും ഞാൻ എഴുതാം. അമിനോ ഗ്രൂപ്പ് എൻഡ് ചെയ്യുന്ന ആ എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേര് N ടെർമിനൽ ഓഫ് പ്രോട്ടീൻ എന്നും, കാർബോക്സിൽ ഗ്രൂപ്പ് എൻഡ് ചെയ്യുന്ന ആ എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേര് C ടെർമിനൽ ഓഫ് പ്രോട്ടീൻ എന്ന് പറയും. അപ്പം ഒരു പ്രോട്ടീനെ സംബന്ധിച്ച് പ്രോട്ടീന് 2 എൻഡുണ്ട്. 2 എൻഡ്, ഒരു എൻഡ് എന്താണ്? ഒരു എൻഡ് N ടെർമിനലും ഒരു എൻഡ് C ടെർമിനലും. ഒരു പ്രോട്ടീൻ്റെ ഒരു സൈഡിൽ N ആണെങ്കിൽ മറ്റേ സൈഡിൽ ആരായിരിക്കും? C ആയിരിക്കും. N ടെർമിനൽ എന്ന് പറയുന്നത് അമിനോ ഗ്രൂപ്പ് എൻഡ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് N ടെർമിനൽ എന്നും, കാർബോക്സിൽ ഗ്രൂപ്പ് അവസാനിക്കുന്ന ഭാഗത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? C ടെർമിനൽ എന്നുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്തരത്തിലാണ് ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്ത് അതൊരു പ്രോട്ടീനായിട്ട് മാറുന്നത്.
ഇനി അടുത്ത ഒരു ഭാഗം നമുക്ക് പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ഒരു ഭാഗമാണ് ഈ പ്രോട്ടീൻ. ഇതുവരെ പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൽ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തവണയൊക്കെ ചോദിച്ച ഒരു ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. ഡിഫറെൻറ്റ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്, സ്ട്രക്ചേഴ്സ് ഓഫ് പ്രോട്ടീൻ. പലതരത്തിലുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് അമിനോ ആസിഡുകൾ ലിങ്ക് ചെയ്താണ് പ്രോട്ടീൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പലതരത്തിലുള്ള പ്രോട്ടീൻ സ്ട്രക്ചറുകളുണ്ട്. ദേ ആർ പ്രൈമറി സ്ട്രക്ചറുണ്ട്. പ്രോട്ടീൻ ഒരു പ്രൈമറി സ്ട്രക്ചറുണ്ട്, സെക്കൻഡറി സ്ട്രക്ചർ, ടെറിഷ്യറി സ്ട്രക്ചർ, ക്വാട്ടർണറി സ്ട്രക്ചർ. അപ്പോൾ പ്രൈമറി സ്ട്രക്ചർ, ലെവൽസ് ഓഫ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് എന്നോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്, ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് പ്രോട്ടീൻസ് എന്ന് ഇങ്ങനെ പലതരത്തിൽ ചോദിക്കാം. പ്രോട്ടീൻ്റെ സ്ട്രക്ചറുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെറിഷ്യറി സ്ട്രക്ചർ, ക്വാട്ടർണറി സ്ട്രക്ചർ. ഏതൊക്കെയാണ്? പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെറിഷ്യറി സ്ട്രക്ചർ ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇവർ തമ്മിൽ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ പ്രൈമറി സ്ട്രക്ചർ എന്ന്. എന്താ പ്രൈമറി സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ലീനിയർ സീക്വൻസ്. അമിനോ ആസിഡുകൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു? ലീനിയർ സീക്വൻസിൽ, ഒന്നിന് പിറകെ ഒന്നായിട്ട് ഒരു ലീനിയർ സീക്വൻസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നെങ്കിൽ അതാണ് പ്രൈമറി സ്ട്രക്ചർ. അതായത് ഞാനവിടെ വരച്ചിട്ടുണ്ട്, ഒരു എൻ ടെർമിനലുണ്ട്, സി ടെർമിനലുണ്ട്, അതൊക്കെ മനസ്സിലായി. ആ ഓരോ ഉണ്ടകളും ഓരോ ഉണ്ടകളും എന്താണ്? ഓരോ അമിനോ ആസിഡുകളാണ്. കണ്ടോ? ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അത് എപ്പോഴും ഇതുപോലെ സ്ട്രെയിറ്റ് ആകണമെന്നൊന്നുമില്ല, അല്പസ്വല്പം വളഞ്ഞൊക്കെ ഇരിക്കാം. എന്നാലും ഒരു ലീനിയർ സീക്വൻസിലായിരിക്കും, ഒന്നിന് പിറകെ ഒന്നായിട്ടായിരിക്കും ആരെ അടുക്കി വെച്ചിരിക്കുന്നത്? നമ്മുടെ അമിനോ ആസിഡുകളെ അടുക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, എക്സാമ്പിളായിട്ട് പറയുന്നത് ഒരുപാട് എക്സാമ്പിൾസ് ഒന്നുമില്ല. ഇൻസുലിൻ എന്ന് വിളിക്കുന്ന ഒരു ഇൻസുലിനുണ്ട്. ഇൻസുലിൻ നമ്മുടെയൊക്കെ ശരീരത്തിനകത്ത് കാണപ്പെടുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. ആ ഇൻസുലിനകത്ത് 2 ചെയിനുണ്ട്, എയും ബിയും ചെയിൻസ്. ആ ചെയിനുകളെന്ന് പറയുന്നത് പ്രൈമറി സ്ട്രക്ചറിന് എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇൻസുലിനകത്തുള്ള എ ബി ചെയിൻ, 2 ചെയിനുണ്ട്. അതിനകത്തുള്ള എയും ബിയും ചെയിൻ, സെപ്പറേറ്റ് എ എന്ന് വിളിക്കുന്ന ചെയിൻ എന്ന് പറയുന്നത് അത് പ്രൈമറി സ്ട്രക്ചറാണ്. ബി എന്ന് വിളിക്കുന്ന ചെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു പ്രൈമറി സ്ട്രക്ചറാണ്. പക്ഷേ രണ്ടും കൂടെ ഒരുമിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആകാൻ സാധ്യതയില്ല. എന്തായാലും സെപ്പറേറ്റഡ് ആണ്. ഇൻസുലിൻ പ്രൈമറി സ്ട്രക്ചറിന് എക്സാമ്പിൾ ഇൻസുലിൻ എ ചെയിൻ, 2 ഇൻസുലിൻ ബി ചെയിൻ. ഇങ്ങനെയായിരിക്കും നമ്മൾ പ്രൈമറി സ്ട്രക്ചറിനെ കുറിച്ച് എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പ്രൈമറി സ്ട്രക്ചർ? അമിനോ ആസിഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ലീനിയർ സീക്വൻസ്. അമിനോ ആസിഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ലീനിയർ സീക്വൻസ്. ഇനി രണ്ടാമത്തെ സ്ട്രക്ചർ നോക്കാം. എന്താ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ സെക്കൻഡറി സ്ട്രക്ചർ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആർ ഫോൾഡഡ്, മടങ്ങിയിരിക്കും. ഓർ കോയിൽ ചെയ്തിരിക്കാം. ഓർ വേവ് ലൈക്ക് ഫോംസ്, തിരമാലകൾ പോലെയൊക്കെ ഇരിക്കാം. അപ്പോൾ അങ്ങനെയാണ് അമിനോ ആസിഡുകൾ ചേർന്ന് വരുന്ന പെപ്റ്റൈഡ് ചെയിൻ കാണപ്പെടുന്നതെങ്കിൽ അതാണ് സെക്കൻഡറി സ്ട്രക്ചർ. അപ്പോൾ സെക്കൻഡറി സ്ട്രക്ചർ എന്താണ്? പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആർ ഫോൾഡഡ്, മടങ്ങിയിരിക്കുകയോ കോയിൽ ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ തിരമാലകൾ പോലെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാനൊരു ഫിഗർ വരച്ചിട്ടുണ്ട്, ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. കണ്ടോ? സി ടെർമിനൽ എൻ ടെർമിനലുണ്ട്. ഒരു ലൈക്ക് ഫോൾഡ് ചെയ്ത് മടങ്ങി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സെക്കൻഡറി സ്ട്രക്ചർ. ഇതും ഒരു പ്രോട്ടീനകത്തുള്ള സ്ട്രക്ചറുകളാണ്. അതായത് എക്സാമ്പിൾ ആൽഫ ഹെലിക്സും ബീറ്റ ഹെലിക്സും. ഒരു പ്രോട്ടീൻ നമ്മളെ ശരീരത്തിനകത്തുള്ള ചില ഹോർമോണുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ആൽഫ ചെയിൻ കൊണ്ടും, ചില പ്രോട്ടീനുകൾക്കകത്ത് ആൽഫ ചെയിനും ബീറ്റ ചെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഓരോ ചെയിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ചെയിനുകൾ എന്ന് പറയുന്നത് എന്തായിട്ടാണ് ഇരിക്കുന്നത്? സെക്കൻഡറി സ്ട്രക്ചറായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രം എഴുതുക, ആൽഫ ഹെലിക്സ് അതുപോലെ ബീറ്റ ഹെലിക്സ്. ശരി, ഇനി അടുത്ത സ്ട്രക്ചർ, അടുത്തത് ടെറിഷ്യറി സ്ട്രക്ചർ. ഇൻ ടെറിഷ്യറി സ്ട്രക്ചർ ദ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആർ ഫോൾഡഡ്, മടങ്ങിയിരിക്കും. ഫോൾഡഡ് അപ്പോൺ ഇറ്റ് സെൽഫ്, സ്വയമേവ മടങ്ങിയിരിക്കുകയും ടു ഫോം എ വൂളൻ ബോൾ ലൈക്ക് ഫോം. ഒന്നുകൂടെ വായിക്കാം. ഇൻ ടെറിഷ്യറി സ്ട്രക്ചർ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആർ ഫോൾഡഡ് അപ്പ് ഓൺ ഇറ്റ് സെൽഫ് ടു ഫോം എ വൂളൻ WOOLLEN വൂളൻ ബോൾ ലൈക്ക് ഫോം എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് ഇതിങ്ങനെ മടങ്ങി ഇരിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഊളൻ എന്ന് പറഞ്ഞാൽ പഞ്ഞി കൊണ്ട് നിർമ്മിച്ച അത്തരത്തിലൊരു പഞ്ഞി കൊണ്ട് നിർമ്മിച്ച ഒരു ബോള് പോലെ ഇല്ലേ,
കോട്ടൺ കൊണ്ട് നിർമ്മിച്ച ഒരു ബോൾ പോലെ ഇതിങ്ങനെ മടങ്ങിയിരിക്കും, ഉരുണ്ടിരിക്കും. അങ്ങനെയുള്ളതാണ് ടെർഷ്യറി സ്ട്രക്ചർ. ഞാൻ ജസ്റ്റ് ഒരു പടം ഞാൻ അവിടെ വരച്ചിട്ടിട്ടുണ്ട്. ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ട് അത്ര ക്ലിയർ അല്ല, കണ്ടില്ലേ? ജസ്റ്റ് സിയും എന്നും ടെർമിനലുണ്ട്. ഒരു ചെയിനാണ്, പക്ഷേ ആ ചെയിൻ ഇങ്ങനെ ചുറ്റിയിരിക്കും. എക്സാമ്പിൾ പഠിച്ചോ, വളരെ പ്രധാനപ്പെട്ടാണ്. മയോഗ്ലോബിൻ നമ്മുടെ മസിൽസിലൊക്കെ കാണും. അതുപോലെ സൈറ്റോക്രോം നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിനകത്തൊക്കെ ഉള്ള സൈറ്റോക്രോം. അപ്പോൾ 2 എക്സാമ്പിൾസ്, മയോഗ്ലോബിൻ എന്ന് വിളിക്കുന്ന പ്രോട്ടീനും സൈറ്റോക്രോം എന്ന് വിളിക്കുന്ന പ്രോട്ടീനും എന്തിൻ്റെ സ്ട്രക്ചർ, ഏത് ലെവലിലുള്ള സ്ട്രക്ചറാണ്? ടെറിഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനാണ്. പ്രോട്ടീൻ്റെ ടെറിഷറി സ്ട്രക്ചറിൻ്റെ എക്സാമ്പിളാണ് മയോഗ്ലോബിൻ ആൻഡ് സൈറ്റോക്രോം. ഓക്കെ, ലാസ്റ്റ് വൺ, കോട്ടണറി സ്ട്രക്ചർ. എന്താ കോട്ടണറി സ്ട്രക്ചർ? In quaternary structure, polypeptide chains are existed more than one subunits. ഒരു പ്രോട്ടീനകത്ത് ഒന്നിലധികം പോളിപെപ്റ്റൈഡ് ചെയിനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നിലധികം അതിനെ നമ്മൾ സബ് യൂണിറ്റുകളെന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഞാൻ അവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, കണ്ട? അതൊരു പ്രോട്ടീനാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. പക്ഷേ ഹീമോഗ്ലോബിനകത്ത് 2 പോളിപെപ്റ്റൈഡ് ചെയിനുണ്ട്. അതുകൊണ്ടാണ് അവിടെ 2 സിയും 2 എന്നൊക്കെ വരുന്നത്. ഒരു പ്രോട്ടീൻ്റെ ഒരു എൻഡാണ് സി, അതേ പ്രോട്ടീൻ്റെ മറ്റേ എൻഡാണ് എൻ. അതൊരു പ്രോട്ടീൻ ചെയിൻ, ഇപ്പുറത്തും ഒരു പ്രോട്ടീൻ ചെയിൻ. അപ്പോൾ 2 മോർ ദാൻ 1 സബ് യൂണിറ്റ്, ഒന്നിലധികം സബ് യൂണിറ്റുകളോട് കൂടിയ പ്രോട്ടീൻ്റെ സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേരാണിത് കോട്ടണറി സ്ട്രക്ചർ. എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ. അപ്പോൾ എന്താ കോട്ടണറി സ്ട്രക്ചർ? ഇൻ കോട്ടണറി സ്ട്രക്ചർ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആർ എക്സിസ്റ്റഡ് മോർ ദാൻ 1 സബ് യൂണിറ്റ്സ്. ഒന്നിലധികം സബ് യൂണിറ്റുകളോട് കൂടിയുള്ള പ്രോട്ടീൻ സ്ട്രക്ചറിനാണ് എന്തെന്ന് വിളിക്കുന്നത്? കോട്ടണറി സ്ട്രക്ചർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ പഠിച്ചത് ബയോ മാക്രോ മോളിക്യൂൾസിനകത്ത് പ്രോട്ടീൻ്റെ കാര്യമാണ് പഠിച്ചത്. പ്രോട്ടീനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോട്ടീൻ്റെ സ്ട്രക്ചറാണ്. പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷ്യറി സ്ട്രക്ചർ, കോട്ടണറി സ്ട്രക്ചർ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പ്രോട്ടീൻ്റെ ഈ 3 സ്ട്രക്ചറുകളുടെ ഒരു ഫിഗറാണ്. ടെക്സ്റ്റിനകത്തൊരു ഫിഗറുണ്ട്, അത് ജസ്റ്റ് നോക്കുക. ചിലപ്പോൾ ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന നമ്മൾ വരച്ചപ്പോൾ വളരെ സിമ്പിളായിട്ട് വരച്ച ഫിഗറുകളായിരിക്കും. ഇത് കാണുമ്പോൾ ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ടെക്സ്റ്റിനകത്തുള്ള ഫിഗറും കൂടെ റെഫർ ചെയ്തേക്കണം, നോക്കിയേക്കണം. ചിലപ്പോൾ ആ ഒരു ഫിഗർ തന്നിട്ടായിരിക്കും ഇത് ഏത് സ്ട്രക്ചറാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ടെക്സ്റ്റിനകത്തുള്ള ഫിഗറും കൂടെ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കൊള്ളണം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രോട്ടീൻ്റെ കുറിച്ച് മാത്രമേ നമ്മൾ പഠിച്ചോളൂ. ഓക്കെ, ശരി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ശരിയടാ, താങ്ക്സ്.